ഡിയസ് ഇറ ഗംഭീരമായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് എല്ലാവരും എടുത്തു പറയുന്നത് ടെക്നിക്കൽ പെർഫെക്ഷൻ ആണ്. അത് ഒന്നോ രണ്ടോ ഡിപ്പാർട്ട്മെന്റ് അല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റും. അതിന്റെ മെയിൻ ഏരിയ ആയ പെർഫോമൻസും ഡയറക്ഷനും ഒക്കെ നമ്മൾ മാറ്റി നിർത്തിയാലും അതിന്റെ സൗണ്ട് ഡിസൈൻ ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അതുപോലെ മ്യൂസിക് ആണെങ്കിലും അതുപോലെ അതിന്റെ കലാസംവിധാനമാണെങ്കിലും ഇങ്ങനെ തുടങ്ങി എല്ലാ പരിപാടികളും ഗംഭീരമാണ്. പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അവസാനം ലോക വന്നപ്പോഴാണെങ്കിൽ പോലും തോന്നിയ കാര്യം, ഇത്തരം കാര്യങ്ങൾ ഈ ടെക്നിക്കൽ പെർഫെക്ഷനിൽ മലയാള സിനിമ പലപ്പോഴും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നു എന്നുള്ളത്. കാരണം മറ്റു ഭാഷകളിൽ ഇറങ്ങുന്ന പല സിനിമകളുമായി നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളുടെ സിനിമകളുടെ ഒരു ബഡ്ജറ്റും നമ്മളുടെ സിനിമകളുടെ ഒരു ടെക്നിക്കൽ പെർഫെക്ഷനും ഒക്കെ അതിഗംഭീരമാണ്. കാരണം ഡിയസ് ഇറ നമുക്കറിയാം, ആ സിനിമ 2-3 ഏരിയകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്, അതായത് വീടാണ് അതിലൊരു മെയിൻ പരിപാടി. 2-3 വീടുകളാണ് മെയിൻലി അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഔട്ട്ഡോർ വളരെ കുറച്ച് സീനുകളൊക്കെയാണല്ലോ. അത്തരം ഒരു സിനിമയിൽ എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതും ആ സിനിമയിലെ വീടുകൾ തന്നെ പല തരത്തിലുള്ള വീടുകളാണ്, പഴയ വീടും പുതിയ വീടും അതിന് ഇടയിൽ അങ്ങനെ ടൈപ്പ് ഓഫ് പരിപാടിയൊക്കെയാണ്. പക്ഷെ അതിഗംഭീരമായിട്ട് അതിന്റെ സിനിമാറ്റോഗ്രാഫി അതുപോലെ അതിന്റെ ആർട്ട് വർക്ക് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അത് മലയാള സിനിമയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ക്വാളിറ്റി ആണെന്ന് പറയാം. ഇപ്പൊ അതിന് വലിയ ഇമ്പോർട്ടൻസ് ആണ്. കാരണം സിനിമ ഒരു കഥ പറച്ചിൽ മാത്രമല്ല, കാരണം സിനിമ പ്രേക്ഷകന് വിഷ്വലി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. കാരണം സിനിമ എന്ന് പറയുന്നത് വെറുതെ നമ്മളൊരു വായനയിലൂടെ പോകുന്നതല്ല, വിഷ്വലിയാണ് നമ്മൾ ആ കഥയെ അവതരിപ്പിക്കുന്നത്. അതിന് വിഷ്വൽസിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ ജീതു ജോസഫ് എന്ന് പറഞ്ഞ സംവിധായകനെ ഒരു വിമർശനത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞത്, അദ്ദേഹത്തിന്റെ സിനിമകളിൽ വളരെ താഴ്ന്ന ടെക്നിക്കൽ പെർഫെക്ഷനാണ് ഉണ്ടാവാറുള്ളത്. പ്രത്യേകിച്ചും മെമ്മറീസും ദൃശ്യം ഒന്നും മാറ്റി നിർത്തിയില്ല. അദ്ദേഹത്തിന്റെ സിനിമകളിലെ എല്ലാ സിനിമകളും അദ്ദേഹത്തിൻ്റെത് വളരെ ശരാശരി നിലവാരം പുലർത്തിയിട്ടുള്ള സിനിമകളാണ് ടെക്നിക്കൽ സൈഡുകളിലെല്ലാം. അത് അദ്ദേഹത്തെ വിമർശനമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി കൊടുത്തത്, ഞാനൊരു കഥ പറച്ചിലുകാരൻ മാത്രമാണ്. പക്ഷെ അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു മറുപടി മാത്രമാണ്. കാരണം സിനിമ അന്ന് അങ്ങനെയല്ല പോകുന്നത്. അദ്ദേഹത്തിന്റെ അവസാനം വന്ന മിറാഷിനെ ഭൂരിഭാഗവും തള്ളിക്കളഞ്ഞത് ഈ ടെക്നിക്കൽ പെർഫെക്ഷന്റെ ഒരു വളരെ ദാരിദ്ര്യം കൊണ്ടും അതുപോലെ തന്നെ മറ്റ് കാരണങ്ങളുണ്ട്. എങ്കിൽ പോലും സിനിമകളിൽ അതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു വലിയ പ്രേക്ഷക സമൂഹമാണ് ഇന്ന് മലയാളത്തിലുള്ളത്. മലയാളത്തിൽ വരുന്ന ഭൂരിഭാഗം സിനിമകളും ടെക്നിക്കലി ബ്രില്യൻ്റ് ആവുന്നു. നമ്മൾക്ക് അത്തരം കാര്യങ്ങളിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സിനിമകളിൽ വരുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്തായാലും ടെക്നിക്കലി സിനിമകൾ ബ്രില്യൻ്റ് ആക്കുക എന്നുള്ളത് ഇപ്പോൾ ഏത് ഫിലിം മേക്കറും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അതിന് ഒരു തുടർച്ച ഇനിയും ഉണ്ടാവട്ടെ. കാരണം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഗംഭീരമായ വിഷ്വൽ ട്രീറ്റ് സിനിമകൾ ലഭിക്കുന്നത്.